ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബിജെപിയുടെ 2014 മുതൽ 19 വരെയുള്ള 5 വർഷത്തെ ആ ഒരു പീരിയഡ്, അതിനുശേഷമുള്ള ഈ 2 വർഷങ്ങൾ വളരെ വിശേഷമായ ജനാധിപത്യം അട്ടിമറിക്കുന്നതായ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിം ദലിത് വിരോധിയായ പല ലോകളും ബില്ലുകളും പാസ്സായ 2 വർഷമാണ് ഈ കഴിഞ്ഞ 2 വർഷം പാർലമെന്റിൽ. അത് ട്രിപ്പിൾ തലാഖ് ആയിക്കോട്ടെ, ഒരുപാട് ഈ ജനാധിപത്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, നീതിക്ക് പുറമേയുള്ള, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തട്ടിത്തെറിക്കുന്ന പോലത്തെ ഉള്ള ബില്ലുകളാണ് അവിടെ പ്രസന്റ് ചെയ്തത്. ആ സമയത്ത് എന്താണ് ഈ പാർലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് റെപ്രസെന്റ് ചെയ്തത്, എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റിയത് പാർലമെന്റിൽ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തിനാണ് ഒരു പാർലമെന്റേറിയനെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുന്നത്? പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിമുകൾ, ദലിതുകൾ, ആദിവാസികൾ തുടങ്ങിയ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ, അവരുടെ മേലുണ്ടാവുന്ന ആക്രമണങ്ങൾ, അവരുടെ മേലുണ്ടാവുന്ന ലോകൾ, ബില്ലുകൾ, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ഒരു പാർലമെന്ററാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ എന്താണ് നടന്നത്? ഞാൻ പറഞ്ഞല്ലേ, UAPA ബില്ല് വന്നു, NIA ഭേദഗതി ബില്ല് വന്നു, അതുപോലെ കർഷക വിരുദ്ധമായ ബില്ലുകൾ വന്നു. എന്താണ് നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ റെപ്രസെന്റ് ചെയ്തത്? അതിന്റെ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മജീദ് ഫൈസ് സാഹിബ് മറ്റുള്ള അവർ സംസാരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 2 വർഷം വളരെ കാഠിന്യമായ ഈ പാർലമെന്റിൽ ഈ 2 വർഷം ജനാധിപത്യത്തിന് വിരുദ്ധമായ ബില്ലുകൾ, ട്രിപ്പിൾ തലാഖ് ബില്ല്, ഈ ഇന്ത്യയുടെ 20 കോടി വരുന്ന മുസ്ലിമികൾ ആരും ചോദിച്ചിട്ടില്ല ഒരു ട്രിപ്പിൾ തലാഖ് ബില്ല് കൊണ്ടുവരണം എന്ന്. മുസ്ലിമുകളെ ഒരുപാട് സംഘടനകളുണ്ട്, കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇന്ത്യൻ മുസ്ലിമുകളെ പേഴ്സണൽ ലാവിനെ പറ്റി തിരക്കുന്ന പേഴ്സണൽ ലാ ബോർഡ് ഉണ്ട്. ഒരുപാട് മുസ്ലിം, ഏത് മുസ്ലിം സംഘടനയും ഇന്ത്യൻ ഗവൺമെന്റിന് ചോദിച്ചില്ല ഒരു ട്രിപ്പിൾ തലാഖിന്റെ ആവശ്യമുണ്ട്, ബില്ലിന്റെ ആവശ്യമുണ്ട്. മുസ്ലിം സമുദായം ചോദിച്ചില്ല, സംഘടനകൾ ചോദിച്ചില്ല. എന്നിട്ടും ഈ ട്രിപ്പിൾ തലാഖ് ലാക്കുന്നു. എന്തുകൊണ്ട്? മുസ്ലിം സമുദായത്തിനെ പീഡിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി വരട്ടെ കർഷക. നിങ്ങൾക്കറിയാം, 100-ലേതും അധികം ദിവസങ്ങളായി ഡൽഹിയുടെ 20 കിലോമീറ്ററുള്ള അതിർത്തിയിൽ 100ഓളം ദിവസത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ തുടങ്ങിയ ആ സമയത്ത് വരെ ഇന്ന് വരെ ലക്ഷക്കണക്കായ കർഷകർ പ്രതിഷേധം ചെയ്യുന്നതാണ്. എന്തിനാണ് പ്രതിഷേധം? ഭൂമി ചോദിച്ചിട്ടല്ല പ്രതിഷേധം, ലാൻഡ് റിഫോർമറിനല്ല ചോദിച്ചിട്ടല്ല പ്രതിഷേധം, അല്ലെങ്കിൽ 10 ഏക്കറയോ 15 ഏക്കറോ ഭൂമി ഗ്രാന്റ് കിട്ടാൻ വേണ്ടിയല്ല പ്രതിഷേധം, അല്ലെങ്കിൽ വലിയ ഒരു ഡെവലപ്മെന്റിനായല്ല പ്രതിഷേധം. കർഷക വിരോധമായ, കർഷകർക്ക് മരണശാസനമായ ബില്ലുകളുണ്ടല്ലോ, കർഷക വിരോധിമായ ഈ ബില്ലിനെ പിൻവലിക്കണമെന്നാണ് ലക്ഷക്കണക്കിന് കർഷകർ ഇന്നുവരെ അവിടെ പാർലമെന്റിന് 25 കിലോമീറ്റർ ഉള്ള അതിർത്തിയിൽ പ്രതിഷേധം ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി, ഈ നാട് ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഇലക്ഷൻ ക്യാമ്പയിൻ പോവാൻ, വെസ്റ്റ് ബംഗാൾ പോവാൻ, കേരള പോവാൻ, തമിഴ്നാട് പോവാൻ, മറ്റുള്ള എല്ലാ അസ്സാമിൽ ചെല്ലാൻ സമയമുണ്ട്, ഇലക്ഷൻ ക്യാമ്പയിന് സമയമുണ്ട്. പക്ഷേ ഈ നാടിന്റെ മണ്ണിന്റെ മക്കളായ കർഷകരുടെ അവരുടെ പ്രശ്നം എന്താണെന്ന് സംസാരിക്കാൻ
അവരടുത്തൊന്ന് അവരെ വേദനകളൊന്ന് ചോദിക്കാൻ 100ഓളം കർഷകർ ഷഹീദായി. എന്നിട്ടും അവരടുത്ത് പോയി എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കാൻ സമയമില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് നിങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിന്, മോദിയുടെ അമിത്ഷായുടെ ഇലക്ഷൻ ക്യാമ്പയിന് കാണുവാണെങ്കിൽ അത് അസ്സാമിലാവട്ടെ, അത് വെസ്റ്റ് ബംഗാളാവട്ടെ, അത് കേരളത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, കർഷക ബില്ലിന്റെ ഇഷ്യൂ ഇല്ല, അതിന് ചർച്ച ചെയ്യുന്നില്ല, അതിന് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കർഷകരോടാവട്ടെ, ഈ കർഷക ബില്ലിനെ ആ ബില്ല് ഇന്ത്യയിലുള്ള ഒറ്റ ഒരു കർഷക സംഘടനകൾ ചോദിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ബില്ല് കൊണ്ടുവരണമെന്നും. സംഘടനകൾ ചോദിച്ചിട്ടില്ല, കർഷകർ ചോദിച്ചിട്ടില്ല, പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചിട്ടില്ല, ജനങ്ങൾ ചോദിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ബില്ല് കൊടുത്ത ആർക്കാണ് ബില്ല്? അദാനി അംബാനി പോലത്തെ ക്യാപിറ്റലിസ്റ്റിനും വിദേശി ശക്തികൾക്കും ഇന്ത്യനെ വിൽക്കാൻ വേണ്ടി, ഇന്ത്യനെ ഈ കർഷക മാർക്കറ്റ്, കർഷക ബിസിനസിനെ, കർഷക മാർക്കറ്റിനെ, മൊത്തമേ കർഷക ആ വിഭാഗത്തെ ഈ അദാനിക്കും അംബാനിക്കും ഗോൾഡ് പ്ലേറ്റിൽ വെച്ച് നൽകാൻ വേണ്ടിയാണ് ഈ ഒരു ബില്ലുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ബില്ലിനെതിരെ ശബ്ദിക്കേണ്ട, ഈ ബില്ലിനെതിരെ പ്രതിഷേധം ചെയ്യേണ്ട പാർട്ടികൾ എവിടെ? ഇതിനു വേണ്ടി ഉടനീളം ഇന്ത്യയിൽ പ്രതിഷേധം ചെയ്യേണ്ട പാർട്ടികൾ, സെക്യുലർ പാർട്ടികൾ എവിടെ? ലെഫ്റ്റ് CPM എവിടെ? കോൺഗ്രസ് എവിടെ? രാഹുൽ ഗാന്ധി എവിടെ? ഈ കർഷക പോരാട്ടത്തെ നേതൃത്വം വഹിക്കേണ്ട ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ഒന്നും തന്നെ ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ, അത് ലെഫ്റ്റ് ആവട്ടെ, റൈറ്റ് ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഒരു ജനവിഭാഗത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം ചെയ്യുന്ന പാർട്ടികളല്ല, ഇലക്ഷന് വേണ്ടി വരുന്ന പാർട്ടികളാണ്. നിങ്ങൾ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. NRC CAA ബില്ല് വന്നു. എന്താണ് ഈ പാർലമെന്റിൽ ഓപ്പോസിഷൻ പാർട്ടികൾ ചെയ്തത്? എന്ത് റോളാണ് അവർ ചെയ്തിട്ടുള്ളത്? 8 സംസ്ഥാനങ്ങൾ കോൺഗ്രസിലുണ്ടല്ലോ. എന്തുകൊണ്ട് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുത്തില്ല? കോൺഗ്രസ് ഭരിക്കുന്ന രാജ്യങ്ങളിൽ NRC CAA കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ് ഇതുവരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന സോണിയാഗാന്ധി പറഞ്ഞില്ല? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പൊളിറ്റിക്സ്. ആ നേരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഞങ്ങൾക്ക് MP-കളില്ല, MLA-കളില്ല, എന്നാൽ ഇന്ത്യ ഉടനീളം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. 1-2 കാര്യങ്ങൾ തസ്ലീം അഹമ്മദ് റഹ്മാനി സാഹിബ് നേതൃത്വം വഹിച്ച 1-2 കാര്യങ്ങൾ ഞാൻ ഉല്ലേഖനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഹരിയാനയിൽ, ഡൽഹിയുടെ ബാർഡിൽ ഹരിയാനയിൽ ഒരു കുടുംബത്തിന് മേൽ ബജ്രംഗി ദളക്കാർ അവരെ വീട്ടിൽ കയറി, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന കാരണം വെച്ച് അവരെ വീട്ടിൽ കയറി അവരെ തല്ലി ആക്രമിച്ചു, അവരെ വീട് മൊത്തം പൊളിച്ചു. ഭയപ്പെട്ട് അവിടെയുള്ള പെണ്ണുങ്ങൾ, ലേഡീസുകളൊക്കെ ഭയപ്പെട്ടിരുന്നു. ആ വാർത്ത വന്ന ഉടനെ തസ്ലീം റഹ്മാനി സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഉടനെ തന്നെ അവിടെ പോവുകയുണ്ടായി. അവിടെ വീട് സന്ദർശിക്കുന്ന ആ സംഗതി അറിയുകയും അവിടെയുള്ള സൂപ്രണ്ടന്റ് പോലീസിന്റെ മുന്നേ നമ്മൾ പറഞ്ഞതാണ്, 24 മണിക്കൂറിനകം നിങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ SP-യുടെ ഓഫീസിന് മുമ്പിൽ നമ്മൾ മാർച്ച് ചെയ്യുമെന്ന് അവിടെ സമയം കൊടുത്തു. 24 മണിക്കൂറടക്കം ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, 2 വർഷം മുമ്പ് ശ്രീലങ്കയിൽ മുസ്ലിം സമുദായത്തെ ദൗർജന്യപ്പെടുത്തുന്ന, മുസ്ലിം സമുദായത്തിന് ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് വളരെ ആക്രമണങ്ങളുണ്ടായി. എല്ലാ പാർട്ടികളും ശബ്ദിച്ചില്ല. ഒരു ശബ്ദവും പാർലമെന്റിലോ അല്ലെ പുറത്തോ ശബ്ദിച്ചില്ല. ഈ മതേതരം പറയുന്ന
മുസ്ലിം സമുദായത്തിനെ നമ്മൾ രക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടികളും ആ ഇഷ്യൂ എടുത്ത് എന്നാൽ ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലുള്ള ശ്രീലങ്കൻ എംബസിക്ക് ഞങ്ങൾ പോകുകയും അവിടെയുള്ള അവിടെ ഹൈക്കമ്മീഷനെ കാണുകയും ഉടനെ നിങ്ങൾ ശ്രീലങ്കയിലുള്ള മുസ്ലിമിന് മേലുള്ള പീഡിപ്പിക്കുന്നത് അത് നിർത്തണമെന്നും അതിനുവേണ്ടി ക്രമം ചെയ്യണമെന്നും ഡൽഹിയിലുള്ള ശ്രീലങ്കൻ ഹൈക്കമ്മീഷൻ പോയി കാണുകയും അവർക്ക് ആ സംഭവങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഭരിക്കുന്ന പാർട്ടികൾക്ക്, എം പികളുള്ള പാർട്ടികൾക്ക്, MLA പാർട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ സമുദായത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അതിനെപ്പറ്റി ശബ്ദിക്കാൻ കാണുന്നില്ല? ഇതാണ് നമ്മൾ SDP മറ്റുള്ള പാർട്ടികൾക്കുള്ള ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബെസ്റ്റ് പാർലമെന്ററിയനാണ് അയക്കുന്നത്. പാർലമെന്റിൽ ജനവിരോധമായ, നീതിക്ക് വിരോധമായ, മതേതര വിശ്വാസത്തിന് വിരോധമായ, ഡെമോക്രസിക്ക് വിരോധമായ ബില്ലുകൾ വന്നപ്പോൾ പാർലമെന്റിന്റെ പുറത്തും ശബ്ദിക്കുകയും അതിനുവേണ്ടി നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന പാർലമെന്ററിയനാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നല്ലവരായ ഈ മലപ്പുറം വോട്ടർമാർക്ക് എന്റെ അപേക്ഷ ഉള്ളത്, കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യത്തിൽ ഉടനീളം മുസ്ലിംകൾ, ദലിതുകൾ, ആദിവാസികൾ അവരുടെ മേൽ പീഡിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഡോക്ടർ തസ്ലീം റഹ്മാനി. ഇന്നൊരു വിവരം, കശ്മീരിൽ 370 പിൻവലിക്കുകയും അവിടുത്തെ ജനങ്ങൾ ലോക്ക്ഡൌൺ, നമ്മൾക്കറിയാം ലോക്ക്ഡൌൺ നമ്മൾ അനുഭവിച്ചവരാണ്. നമ്മൾ ഇന്ത്യയിലുള്ള എന്നുവെച്ചാൽ ഈ രാജ്യങ്ങളിലുള്ള ലോക്ക്ഡൌൺ ആണെങ്കിലും നമ്മൾക്ക് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, മൊബൈൽ ഉണ്ടായിരുന്നു. പക്ഷെ കാശ്മീരിൽ ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഇല്ല. വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ സമയത്താണ് ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി സാഹിബ് കാശ്മീർ ചെല്ലുകയും അവരുടെ സംഘടനകളുടെ, അവരുടെ ജനങ്ങളെ, പ്രതിനിധികളെ കാണുകയും അവർക്ക് ആശ്വാസം പറയുകയും അവർക്ക് വേണ്ടി അവിടെ പത്രസമ്മേളനം നടത്തുകയും ഡൽഹിയിൽ വന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുകയും ചെയ്തത്. അതാണ് ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി. അതുകൊണ്ട് നല്ലവരായ ഈ മലപ്പുറം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസിന്റെ വോട്ടർമാർ, നിങ്ങൾ ഇതിനെ തിരിച്ചറിയുകയും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഇന്ത്യൻ മുസ്ലിമിന്, ദലിതിന്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സിന് വേണ്ടി ശബ്ദിക്കുന്ന ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി സാഹിബിക്ക് അവർക്ക് വോട്ട് കൊടുക്കുകയും അവരെ ഡൽഹിയുടെ പാർലമെന്റിൽ അയച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി വോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാമ്പയിനെ ഉദ്ഘാടനം ചെയ്തതായി അനൗൺസ് ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി മജീദ് സാഹിബ്. ഫാഷിസ്റ്റ് ഭരണഘട്ടകാലത്ത് മുട്ടുമടക്കാത്ത പോരാട്ടങ്ങൾക്ക് രാജ്യത്ത് നേതൃത്വം നൽകുന്ന വിപ്ലവ നായകൻ ഡോക്ടർ തസ്ലീം റഹ്മാനി ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നത് ലത്തീഫ് എടക്കര. औज़ुबिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाह